ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഒരിനം മുല്ലച്ചെടിയായ പിച്ചിച്ചെടിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. പിച്ചകം എന്ന വാക്കിൽ നിന്നാണ് നമ്മുടെ പിച്ചിപ്പൂവ് എന്ന പേര് വന്നിരിക്കുന്നത്. മുല്ലച്ചെടിയിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ വള്ളികൾ കൂടുതൽ നീളത്തിൽ വളരുന്നവയാണ്. ചെറിയ ഇലകളാണ് ഈ ചെടിക്കുള്ളത്. പൂമൊട്ടുകൾ മുല്ലയെ അപേക്ഷിച്ച് കൂർത്തതും ഇതളുകൾ ചെറുതുമാണ്. മുല്ലപ്പൂവിനെ പോലെ പിച്ചിപ്പൂവും വളരെ സുഗന്ധം പരത്തുന്നവയാണ്. മറ്റു ചെടികളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന പിച്ചി 2 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു. ഇവയുടെ ഇലകൾ കൊഴിയുകയും വീണ്ടും തളിർത്ത ഇലകൾ വരികയും ചെയ്യും. ഒരു തണ്ടിൽ 5 മുതൽ 11 ഇലകൾ വരെയാണ് കാണപ്പെടുന്നത്. കടും പച്ച നിറത്തിലുള്ള ഇലകൾ വിപരീത ദിശയിലാണ് വളർന്നു കാണുന്നത്. 5 ഇതളുകളോട് കൂടിയ പൂക്കളുടെ നിറം വെള്ളയാണ്. ഇതിൻ്റെ പൂമൊട്ടുകൾ ലൈറ്റ് റെഡ് നിറത്തിലൊക്കെയായിട്ട് കാണാൻ കഴിയും. നിറയെ സുഗന്ധം പരത്തുന്ന ഈ പൂക്കൾ മഴ കുറയുന്ന സമയങ്ങളിലാണ് നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണുക. ചുവന്ന മണ്ണാണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യം. അലങ്കാര ആവശ്യങ്ങൾക്കും തലയിൽ ചൂടാനും ക്ഷേത്രത്തിൽ പൂജയ്ക്കായിട്ടൊക്കെ ഈ ചെടി നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ട്. പ്രധാനമായും തമിഴ്നാട്ടിലൊക്കെയാണ് ഈ ചെടി ഒരുപാട് കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. എന്നാൽ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിലും ഈ ചെടി വ്യാപകമായി കഴിഞ്ഞിരിക്കുന്നു. ഈ കാണുന്ന ബഡ് ചെയ്ത ചെടികളൊന്നുമല്ല കേട്ടോ, ഓൺ റൂട്ടിൽ വരുന്ന നാടൻ പിച്ചിച്ചെടികളാണേ. അപ്പോൾ ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ വാട്സപ്പ് നമ്പർ എടുത്ത് ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ കാര്യമായ വളപ്രയോഗമൊന്നും നമ്മുടെ ഈ ചെടിക്ക് ആവശ്യമില്ലെങ്കിലും ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വളം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ചെടി വളർന്നു വരികയും നിറയെ പൂക്കൾ തരികയും ചെയ്യും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക എല്ലാവരും ചട്ടികളിലൊക്കെ ആയിരിക്കും അല്ലേ ചെടി വളർത്തുന്നത്. ചട്ടികളിൽ വളർത്തുന്ന ചെടികൾക്ക് പുറമേ നിന്നുള്ള യാതൊരു ന്യൂട്രിയൻസും ലഭിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചട്ടിയിൽ വളർത്തുന്ന ചെടികൾക്ക് നമ്മൾ നിശ്ചിത സമയത്തിനുള്ളിൽ വളപ്രയോഗം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരികയും നല്ല ബുഷിയായി തന്നെ നമുക്കത് വളർന്നു വന്ന് നിറയെ പൂക്കൾ തരികയും ചെയ്യും. പിന്നെ കൂടാതെ നല്ല ബുഷിയായിട്ട് ഈ ചെടി വളരണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുകൂടാതെ നമുക്കതിനെ പടർത്തിയിട്ടായാലും വളർത്തിയെടുക്കാനായിട്ട് കഴിയും. കാര്യമായ അസുഖങ്ങളൊന്നും നമ്മൾ ഈ പിച്ചിച്ചെടിയിൽ കണ്ടുവരില്ല കേട്ടോ. ഈ ചെടിയുടെ ഇലകൾ കരിഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ കരിഞ്ഞു വരുമ്പോൾ നമ്മൾ ചെടി ഉണങ്ങിപ്പോയി എന്ന് കരുതി ആരും പേടിക്കുകയൊന്നും വേണ്ട. അത് കരിച്ചിലൊക്കെ മാറിക്കഴിഞ്ഞാൽ പുതിയ ഇലകൾ വന്ന് നിറയെ പൂക്കളും പൂമൊട്ടുകളൊക്കെ ആയിട്ട് കാണാനായിട്ട് കഴിയും. പിന്നെ പുഴുശല്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഫംഗിസൈഡുകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നല്ല രീതിയിൽ ജൈവവളമൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെടി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല കരുത്തോടു കൂടി തന്നെ നമ്മുടെ ഈ ചെടി വളർന്നു വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഒരു ചെടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതും നല്ല മൂത്ത കമ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ, നല്ല ഇളം കമ്പ് മുറിച്ച് വെച്ചായാലും ഇതിനകത്തുനിന്ന് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ പിച്ചിച്ചെടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിനകത്ത് ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. മറ്റു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.